നമ്മളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ചിലർ നമ്മളെ ചതിച്ചിട്ട് കടന്നു കളയുമ്പോൾ, അല്ലെങ്കിൽ വേദനിപ്പിച്ചിട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ദ്രോഹിച്ചിട്ട് പോകുമ്പോൾ ആദ്യം നമ്മളുടെ ഉള്ളിൽ തോന്നുന്ന വികാരം എന്തായിരിക്കും? വല്ലാതെ ദേഷ്യം വരും അല്ലേ? നമ്മളെ അത്തരത്തിൽ ചതിക്കുകയും പറ്റിക്കുകയും വഞ്ചിക്കുകയും ഒക്കെ ചെയ്തിട്ട് പോയ ആളുകളെ തകർക്കാനും ഉപദ്രവിക്കാനും ഒക്കെ തോന്നും അല്ലേ? പ്രതികാരം ചെയ്യാൻ തോന്നും അല്ലേ? നമ്മൾ എന്താണെന്നും നമ്മളുടെ ശക്തി എന്താണെന്നും അവരെ അറിയിക്കണമെന്നൊക്കെ തോന്നും, ശരിയല്ലേ? ഇങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മൾ ആദ്യം ചിന്തിക്കുക? മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയും ചെയ്യുകയും ചെയ്യുന്നതിനെ ആർക്കും കുറ്റം പറയാനൊന്നും കഴിയുകയുമില്ല കേട്ടോ. കാരണം അത്രയ്ക്കും അവർ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേദനിച്ചിട്ടുണ്ടാവും, അതുമല്ലെങ്കിൽ അപമാനിക്കപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആർക്കും ഇത്തരം സാഹചര്യങ്ങളിൽ ആദ്യം ഇങ്ങനെയൊക്കെ തന്നെയേ തോന്നൂ. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ ഇത്തരത്തിൽ പ്രതികരിച്ച് നമ്മളുടെ ബാക്കിയുള്ള ജീവിതവും സമയവുമെല്ലാം വീണ്ടും പ്രശ്നങ്ങളിലൂടെ കൊണ്ടുപോയി മനസമാധാനം കളയുന്നതിന് പകരം നമുക്ക് അവരോട് പ്രതികാരം ചെയ്യാൻ വളരെ വൃത്തിയായ വേറെന്തെങ്കിലും മാർഗമുണ്ടോ? സാധാരണഗതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ ദ്രോഹിച്ചവർ നശിച്ചു പോകണമെന്നൊക്കെ നമ്മൾ ആശിക്കും, അവരെ ശപിക്കും. മറ്റു ചിലർ നേരിട്ടൊന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് കൂടോത്രം ചെയ്യാനൊക്കെ ഇറങ്ങി പുറപ്പെട്ട് കളയും. പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഞാൻ പറയുന്നത് നമ്മൾ നമ്മളുടെ ശത്രുക്കളെ സ്നേഹിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. ഞാനിത് പറഞ്ഞു കേട്ടപാടെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാൻ വരട്ടെ കേട്ടോ. അവിടെ തന്നെ നിൽക്ക്, അങ്ങനെ അങ്ങ് പോയാലോ? എന്നിട്ട് ഇതൊന്ന് മുഴുവൻ കേട്ടു നോക്കൂ, ഞാൻ പറഞ്ഞതിൻ്റെ ഗുട്ടൻസ് എന്താണ് എന്ന്. ഇത്തരത്തിലുള്ള പ്രതികാര നടപടികൾക്കൊന്നും ഇറങ്ങിപ്പുറപ്പെട്ട് നമ്മളായിട്ട് വെറുതെ വീണ്ടും കുഴപ്പത്തിൽ ചെന്ന് ചാടണ്ട എന്നേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. മറിച്ച് അവരെ വെറുതെ വിടണമെന്നല്ല, അവരെ നമ്മൾ അനുഗ്രഹിച്ച് ആശീർവദിച്ച് സ്നേഹിച്ച് അവർ ചെയ്തതിൻ്റെ ശിക്ഷ അനുഭവിക്കാൻ അവരെ പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ പ്രപഞ്ചശക്തിക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. പ്രപഞ്ചശക്തി അത് വളരെ വൃത്തിയായി ചെയ്തുകൊള്ളും. ഇതൊക്കെ പറയുമ്പോഴും ചില സമയങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾ നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി ചിലപ്പോൾ ഫൈറ്റ് ചെയ്യേണ്ടി വന്നേക്കാം കേട്ടോ. പക്ഷേ അത് വേറൊരു മോഡാണ്. ചിലപ്പോൾ നിയമപരമായ കാര്യങ്ങളിലും അതുപോലെ തന്നെ സമാനമായ മറ്റു ചില സാഹചര്യങ്ങളിലും നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായി വന്നേക്കാം. അതൊക്കെ വേറെ കാര്യം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത്തരക്കാർക്കെതിരെയുള്ള പ്രതികാര നടപടിയുമായി നമ്മൾ നേരിട്ടിറങ്ങി തിരിച്ചാൽ അത് ഒരുപക്ഷെ നമ്മളെയും ബാധിച്ചേക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മളുടെ ഉള്ളിൽ പ്രതികാര ചിന്തയുടെ ആവശ്യമില്ല എന്ന്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും ഇനിയും സഹിച്ചും ക്ഷമിച്ചും പോകുവാൻ ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് സാധിക്കുമോ എന്ന്. ചില സമയത്തെങ്കിലും ചില കാര്യങ്ങളിലെങ്കിലും നമ്മൾ അവസരം നോക്കിയിരുന്ന് പ്രതികാരം ചെയ്യേണ്ടതല്ലേ എന്ന്. സംഭവമൊക്കെ ശരിയായിരിക്കാം, പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മൾ അവസരം നോക്കിയിരുന്ന് പണി കൊടുക്കാൻ ഒരുങ്ങുമ്പോഴുണ്ടല്ലോ, നമ്മൾ അതിനുവേണ്ടി ചെലവഴിക്കുന്ന എനർജി ഉണ്ടല്ലോ, അതിങ്ങനെ നമ്മളിൽ നിന്ന് ലൂസായി പോയിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. നമ്മളുടെ ഉള്ളിലെ പോസിറ്റീവ് എനർജികൾ നെഗറ്റീവായി മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. നമ്മളുടെ ഉള്ളിലുള്ള ആ നല്ല പോസിറ്റീവ് എനർജിയെ നമ്മളുടെ വളർച്ചയ്ക്കായി ഉപയോഗിക്കാൻ നമുക്ക് കഴിയാതെ വരും എന്നുള്ളതാണ് പ്രശ്നം. എന്ന് വെച്ചാൽ നമ്മളുടെ ജീവിതത്തിലെ മുന്നോട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട നമ്മുടെ എനർജിയെ ഇത്തരത്തിൽ വേസ്റ്റ് കൊട്ടയിൽ കൊണ്ട് ഇടണമോ എന്നതാണ് കാര്യം. പകരം ഇവിടെ ഒരു വലിയ രഹസ്യമുണ്ട് കേട്ടോ. നമ്മൾ ആത്മീയ തലങ്ങളിലൂടെയൊക്കെ വളർന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തിയൊക്കെ നമുക്ക് മനസ്സിലായി കഴിയുമ്പോൾ, നമ്മളുടെ ഉള്ളിലെ ആ ദിവ്യ ചൈതന്യത്തിൻ്റെ ശക്തിയൊക്കെ തിരിച്ചറിയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? നമ്മളൊരാളെ ശപിക്കുന്ന സമയത്ത് ആ ശാപത്തിന് ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് വല്ലാത്തൊരു ശക്തിയുണ്ടെന്നും അത് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുമെന്നുമുള്ളതാണ്. നേരത്തെയും ഞാൻ പല വീഡിയോകളിലും ക്ലാസ്സുകളിലുമായി ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും എനർജിയുണ്ട് എന്ന്. ഓരോ കർമ്മത്തിനും എനർജിയുണ്ട് എന്ന് വെച്ചാൽ നമ്മളുടെ ചിന്തകൾ എനർജിയാണ്, നമ്മളുടെ വാക്കുകൾ എനർജിയാണ്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന എല്ലാറ്റിനും എനർജിയുണ്ട് എന്നുള്ളതാണ്. ഒരു എനർജിയെ നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല, പക്ഷേ അതിനെ ട്രാൻസ്ഫോം ചെയ്യാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഉള്ളിലുള്ള പോസിറ്റീവ് എനർജിയെ ദുർമന്ത്രവാദത്തിനും കൂടോത്രത്തിനും ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതേ എനർജി നമുക്കും മുറിവുകൾ ഉണ്ടാക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ നമ്മളുടെ ശത്രുക്കളോട് ഇത്തരത്തിലൊക്കെ പ്രതികാരം ചെയ്യാൻ പോകുന്നതിന് പകരം വളരെ ശാന്തതയോടുകൂടി പ്രതികാരം എന്നത് പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇതിനു പിന്നിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് കേട്ടോ. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ വളരെ കാമാവുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ ശാന്തതയ്ക്ക് പിന്നിൽ വലിയൊരു അപകടമുണ്ട് എന്നതാണ്. കാരണം സാധാരണഗതിയിൽ തിരിച്ചടിക്കുന്ന ഒരു ഹീറോയേക്കാൾ തിരിച്ചടിക്കാതെ ശാന്തമായി ഒരു ചെറു പുഞ്ചിരിയോടുകൂടി നിൽക്കുന്ന ഹീറോയ്ക്ക് യഥാർത്ഥത്തിൽ സാധാരണ തിരിച്ചടിയേക്കാളും അതിശക്തമായ ഒരു തിരിച്ചടിയെക്കുറിച്ച് അറിയാമെന്നുള്ളതാണ്. അതാണ് കർമ്മത്തിൻ്റെ മേലുള്ള തിരിച്ചടി.
എന്ന് വെച്ചാൽ കർമ്മം അല്ലെങ്കിൽ പ്രപഞ്ചശക്തി തിരിച്ചടിക്കുന്ന സമയത്ത് അവിടെ യാതൊരു കോംപ്രമൈസും ഉണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറിച്ച് അതൊരു കട്ട സെറ്റിൽമെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളായിട്ട് യാതൊരു തരത്തിലുമുള്ള പ്രതികാരത്തിന് പോയേക്കരുത്. എല്ലാം ഈ പ്രപഞ്ചശക്തിക്ക് വിട്ടുകൊടുക്കുക. എന്നിട്ട് നമ്മളുടെ കയ്യിലുള്ള ആ പോസിറ്റീവ് എനർജിയെ നമ്മളുടെ ഇരു കൈകളുടെയും ഉള്ളിൽ ഇങ്ങനെ ഒരു ഗോൾഡൻ കളറിൽ വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് നമ്മൾക്ക് ആരാണോ ബുദ്ധിമുട്ടുണ്ടാക്കിയത് ആ വ്യക്തിയിലേക്ക് നമ്മളുടെ കൈകളിലുള്ള ആ എനർജി പോകുന്നതായി സങ്കല്പിക്കുക. അത് അയാളെ ഹർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അയാളെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അയാളുടെ ബ്രെയിനിനെ നമ്മളുടെ ആ എനർജി ശുദ്ധീകരിക്കുന്നതായി സങ്കല്പിക്കുക. അയാളുടെ മനസ്സിനെയും ഹൃദയത്തെയും അത് ശുദ്ധീകരിക്കുന്നതായി വിഷ്വലൈസ് ചെയ്യുക. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കാം, നമ്മളങ്ങനെ ചെയ്യുന്ന സമയത്ത് അയാൾ മൊത്തത്തിൽ അങ്ങ് ശുദ്ധീകരിക്കപ്പെട്ട് ജീവിതത്തിൽ വളരെ ഉയരത്തിലേക്ക് അങ്ങ് പോയി കളയുമെന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. മറിച്ച് ആ എനർജി ഈ പ്രപഞ്ചത്തിൻ്റെ എനർജിയുമായി കൂടിച്ചേർന്ന് അവിടെ നീതി നടപ്പിലാക്കും എന്നുള്ളതാണ്. ആ സംഭവം പ്രപഞ്ചത്തിൻ്റെ അവയർനെസ്സിലേക്ക് വരുമെന്നുള്ളതാണ്. ആ എനർജി അവിടെ ശക്തമായി പ്രവർത്തിക്കും. ആരുടെ കാര്യമാണോ അവിടെ നടപ്പാവേണ്ടതെന്ന് ന്യായയുക്തമായി ഈ പ്രപഞ്ചശക്തി തീരുമാനിക്കും, നിശ്ചയിക്കും എന്നുള്ളതാണ്. കാരണം അവിടെ നിങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ പോസിറ്റീവായ എനർജിയാണ്. അതിനു പകരം നിങ്ങളവിടെ ശപിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ആ വാക്കുകളിലുള്ളത് നെഗറ്റീവ് എനർജിയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാലത്ത് അത് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരികയുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ ഈ കൂടോത്രം അല്ലെങ്കിൽ ദുർമന്ത്രവാദമൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവരിൽ ചിലർ ചെയ്യുന്നത് അവരൊരു പാവയെ ഉണ്ടാക്കി അതിനെ ഒരു വ്യക്തിയായി കണ്ടുകൊണ്ട് ചില കർമ്മങ്ങളൊക്കെ ചെയ്ത് അതിനുശേഷം ഒരു സൂചി കൊണ്ട് ആ പാവയെ കുത്തുകയാണ് ചെയ്യുന്നത്. അത് വെറുതെ കുത്തുകയൊന്നും അല്ല കേട്ടോ ചെയ്യുന്നത്. പകരം മറ്റേ വ്യക്തിയുടെ ഓരോ ചക്രാസിനെയും സങ്കല്പിച്ച് അവിടെയാണ് ആ സൂചി പെനട്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കുത്തിയിറക്കുന്നത്. അങ്ങനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ചക്രാസിനെ സങ്കല്പിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ വിഷ്വലൈസേഷന് ശക്തി കിട്ടാനും എനർജി കൂടുതൽ ഡെപ്ത് ഉള്ളതാകാൻ വേണ്ടിയിട്ടും പവർഫുള്ളായിട്ടുള്ള ഫ്രീക്വൻസി അല്ലെങ്കിൽ സിഗ്നൽ പോകാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിഷ്വലൈസേഷനെ ശക്തിപ്പെടുത്താൻ ഇങ്ങനെ പാവ പോലുള്ള ചില ഭൗതിക വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ഞാനിപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിൽ പലരും ചിന്തിച്ചത് ഇതൊക്കെ ശരിക്കും ഉള്ളതാണോ, ഇങ്ങനെയൊക്കെ ശരിക്കും ചെയ്യാൻ പറ്റുമോ, അങ്ങനെയെങ്കിൽ എന്ത് എളുപ്പമാണ്, ആർക്കും ആരെയും തകർക്കാൻ പറ്റുമല്ലോ എന്നൊക്കെയല്ലേ. എന്നാൽ മനസ്സിലാക്കിക്കോളൂ, ഇതൊക്കെ ഉള്ളത് തന്നെയാണ്. പക്ഷേ ഇതൊന്നും ആരിലും എല്ലായ്പ്പോഴും ഏൽക്കുകയൊന്നുമില്ല. കാരണം ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ എനിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു കർമ്മം ചെയ്യുമ്പോൾ അയാൾ എന്നിലേക്ക് അയക്കുന്ന എനർജിയേക്കാൾ വളരെ പവർഫുള്ളായ ഒരു എനർജിയാണ് എൻ്റെ ഉള്ളിലെങ്കിൽ ഇതൊന്നും എന്നെ ഏശില്ല എന്നുള്ളതാണ്. അതിനു പകരം ഞാൻ വളരെ വീക്കാണെങ്കിൽ, എൻ്റെ ഇന്നർ എനർജി വളരെ വീക്കാണെങ്കിൽ, എൻ്റെ ഓറ വളരെ വീക്കാണെങ്കിൽ അത് എന്നെ ഏൽക്കും എന്നുള്ളതാണ്. അതിനിപ്പോൾ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, വലിയ വാട്ട്സിൻ്റെ വലിയ പവറുള്ള ഹൈമാസ് ലൈറ്റിൻ്റെ ചൂട്ടിൽ കൊണ്ടുപോയി 10 വാട്ട്സിൻ്റെ ചെറിയ ബൾബ് കത്തിച്ച് വെച്ചിട്ട് വല്ല പ്രയോജനവുമുണ്ടോ? ഒരിക്കലും ആ വലിയ വെളിച്ചത്തിന് മുമ്പിൽ ആ 10 വാട്ട്സിൻ്റെ ബൾബിൻ്റെ വെളിച്ചത്തിന് യാതൊരു പ്രയോജനവുമില്ലല്ലോ. അതുപോലെ തന്നെയാണിതും. നമ്മളുടെ ഉള്ളിലുള്ള ആ പ്രാണശക്തിയെ അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള ആ സോൾ എനർജിയെ, അതുമല്ലെങ്കിൽ നമ്മളുടെ ഓറയെ ശക്തിപ്പെടുത്തി നിർത്തിയാൽ ഇതേപോലെയുള്ള യാതൊന്നും നമ്മളിലേക്ക് ഏൽക്കില്ല, ഏശുകയില്ല എന്നർത്ഥം. അത് മനസ്സിലാക്കിയിട്ടാണ് ധാരാളം ആളുകൾ ഓൺലൈനായും ഓഫ്ലൈനായും ഒക്കെയുള്ള സോൾ അവേക്കനിങ് അല്ലെങ്കിൽ ഇന്നർ ഹീലിംഗ് പ്രോഗ്രാമിലൊക്കെ വന്ന് പങ്കെടുത്ത് അവരുടെ എനർജി സെൻറ്റേഴ്സിനെയും ചക്രാസിനെയും അവരുടെ ഓറയും ഒക്കെ ശക്തിപ്പെടുത്തി പോകാറ്. അപ്പോൾ പിന്നെ ഇത്തരത്തിലുള്ള യാതൊന്നും അവർക്ക് ഏശില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരുടെ ഏഴയലത്ത് പോലും വരില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള ആഭിചാര കർമ്മങ്ങൾ അല്ലെങ്കിൽ ദുർമന്ത്രവാദങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളെ കുറിച്ചായിരുന്നു. അപ്പോൾ ഒന്ന് മനസ്സിലായിക്കോ, ഒരു ടൈം പീരീഡ് കഴിഞ്ഞാൽ ഈ സൂചികളൊക്കെ അവരിലേക്ക് തന്നെ, ഈ ചെയ്യുന്ന ആളുകളിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ദുർമന്ത്രവാദമൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അവസാന കാലത്ത് ഗതി കിട്ടാതെ പോകുന്നത്, നല്ല മരണം പോലും കിട്ടാതെ പോകുന്നത്. അതുമല്ലെങ്കിൽ അയാളുടെ എനർജിയെ മറ്റൊരാൾ ഏറ്റെടുത്താൽ മാത്രമേ അയാൾക്ക് മരിക്കാൻ പോലും സാധിക്കുകയുള്ളൂ എന്ന കഥകൾ പോലും നമ്മൾ കേട്ടിട്ടുണ്ട് ധാരാളമായി. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ആരും ആരോടുള്ള പ്രതികാരത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള യാതൊരു കാര്യത്തിലേക്കും പോകേണ്ട യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ്. നമ്മൾ പോസിറ്റീവായ എനർജിയെ എല്ലാവർക്കും കൊടുക്കുക, നമ്മളുടെ ശത്രുക്കൾക്കും കൊടുക്കുക. അതുകൊണ്ട് തന്നെയാണ് മിക്കവാറും എല്ലാ മതഗ്രന്ഥങ്ങളിലും ശത്രുക്കളെ സ്നേഹിക്കാനും അവരോട് ക്ഷമിക്കാനും ആവശ്യപ്പെടുന്നത്. അതല്ലാതെ നമ്മളെ അത്രയധികം ദ്രോഹിച്ച അല്ലെങ്കിൽ ചതിച്ചിട്ട് പോയ നമ്മളുടെ ശത്രു അത്രയ്ക്കും ദയയും സ്നേഹവും ക്ഷമയും ഒന്നും അർഹിക്കുന്നത് കൊണ്ടൊന്നുമല്ല.
അതുകൊണ്ട് തന്നെ മറ്റു വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് പോകുന്നതിന് പകരം ഞാൻ ഈ പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്നുള്ളതാണ്. പോസിറ്റീവായ പല കാര്യങ്ങളും കണ്ടു തുടങ്ങുമെന്നുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള എനർജി ബേസ്ഡ് ആയ ചില കാര്യങ്ങൾ ചെയ്താലും ഇല്ലെങ്കിലും ഇത്തരത്തിൽ യാതൊരു തെറ്റും ചെയ്യാതെ നിങ്ങളെ ഒരാൾ ദ്രോഹിക്കുകയും ചതിക്കുകയും ചെയ്താൽ അയാൾക്ക് കർമ്മ അല്ലെങ്കിൽ പ്രപഞ്ചശക്തി കൊടുക്കുന്ന ശിക്ഷ എന്താണ് എന്ന് നോക്കാം. അതായത് നിങ്ങളെ ദ്രോഹിച്ചവർക്കെതിരെ കർമ്മ പണി തുടങ്ങി എന്നതിൻ്റെ ഒന്നാമത്തെ അടയാളം എന്താണെന്ന് നോക്കാം. അത് മറ്റൊന്നുമല്ല, സാധാരണയിൽ കൂടുതൽ അവർ വളരെ കോൺഫിഡൻ്റ് ആയി കാണപ്പെടും എന്നുള്ളതാണ്, വളരെ നോർമലായി കാണപ്പെടുമെന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായി നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, അത് വളരെ നല്ല കാര്യമല്ലേ, അതിലെന്താണ് വലിയ ശിക്ഷയിരിക്കുന്നത് എന്ന്. എന്നാൽ മനസ്സിലായിക്കോ, ശരിക്കും അതങ്ങനെയല്ല. ശരിക്കും അവർ അങ്ങനെ ആയതല്ല, മറിച്ച് അവരങ്ങനെ അഭിനയിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ അവർ വളരെ നോർമലായിട്ടിരിക്കുന്നതായി കാണപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ തീർച്ചയായും അവർക്ക് മനസ്സിലാവും അവർ അത്ര സുരക്ഷിതരൊന്നുമല്ല, അവർക്ക് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരു സിനിമാ ഡയലോഗ് കടമെടുത്ത് പറഞ്ഞാൽ പണി വരുന്നുണ്ട് അവറാച്ച എന്ന്. അപ്പോൾ സ്വാഭാവികമായും അവർ വളരെ കൂളായി ഒന്നും സംഭവിക്കാത്തതുപോലെ സ്വയം പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത് എന്നർത്ഥം. മാത്രവുമല്ല, അവരുടെ ഉള്ളിൽ ഭയം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു എന്നുകൂടി അർത്ഥമുണ്ട്. ഞാൻ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത് എന്നുള്ള ചിന്തയാൽ ഇന്റേണൽ ക്രാക്ക് ഉള്ളിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു എന്നർത്ഥം. എനിക്ക് തിരിച്ചടി വരാൻ പോവുകയാണോ, ഞാൻ പരാജയപ്പെടാൻ പോവുകയാണോ എന്നുള്ള ഭയം കാരണം ആ വ്യക്തിയുടെ ഉറക്കം നഷ്ടപ്പെടുമെന്നർത്ഥം. ഇത് കർമ്മയുടെ ഒരു സൈക്കോളജിക്കൽ ഗെയിമാണ്. ആദ്യം മനസ്സിനെ ഡിസ്റ്റർബ്ഡ് ആക്കുക എന്ന സൈക്കോളജിക്കൽ ഗെയിം. എന്നാൽ അടുത്തതായി കിട്ടാൻ പോകുന്ന പണി എന്താണെന്നറിയാമോ? അയാൾ ഏത് വിധത്തിലാണോ അന്യായമായി നിങ്ങളെ വേദനിപ്പിച്ചത്, അതേ വേദന, ഒരുപക്ഷെ അതിനേക്കാൾ വലിയ വേദന മറ്റൊരാളിലൂടെ അയാൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. അതുമല്ലെങ്കിൽ അയാൾക്ക് ലഭിക്കുന്നതിന് പകരം അയാൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, അയാൾ ഏറ്റവും സ്നേഹിക്കുന്ന മറ്റൊരു വ്യക്തിക്കായിരിക്കും ഇത് ലഭിക്കുന്നുണ്ടാവുക. ശരിക്കും അതല്ലേ ഏറ്റവും വലിയ വേദനാജനകമല്ലേ? എന്നാൽ അതാണ് പ്രപഞ്ചനീതി അല്ലെങ്കിൽ കർമ്മ എന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ വെറുതെ പ്രതികാര ചിന്തയും പേറി നടന്ന് നമ്മളുടെ എനർജിയും ജീവിതവും വേസ്റ്റ് ആക്കി വിടുന്നതിന് പകരം നമ്മളതെല്ലാം പ്രപഞ്ചശക്തിയെ ഏൽപ്പിക്കുക എന്ന്. നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ എത്രയോ വലിയ ശിക്ഷയാണ് പ്രപഞ്ചശക്തി കൊടുക്കുന്നത് എന്ന് തിരിച്ചറിയുക. പ്രതികാരം നമ്മളുടെ ജോലിയല്ല. അതുകൊണ്ട് തന്നെ പ്രതികാരത്തിന് വേണ്ടി നിങ്ങളുടെ എനർജിയും ജീവിതവും വേസ്റ്റ് ചെയ്യാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അതിന് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചു പോയിക്കൊള്ളട്ടെ. നമ്മളുടെ ഈ ചാനലിൻ്റെ കൂട്ടായ്മയായി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ട്. മൈൻഡ് മാജിക് കമ്മ്യൂണിറ്റി എന്ന ആ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾ ആ ലിങ്കിൽ ടച്ച് ചെയ്ത് ആ ഗ്രൂപ്പിൽ അംഗമാകാൻ ശ്രമിക്കുക. കാരണം നമ്മൾ നടത്തുന്ന ഫ്രീ ആയും പെയ്ഡായിട്ടും ഒക്കെയുള്ള, ഓൺലൈനായും ഓഫ്ലൈനായും ഒക്കെയുള്ള വിവിധങ്ങളായ ക്ലാസ്സുകളും പ്രോഗ്രാമുകളും വർക്ക്ഷോപ്പുകളും എല്ലാം അനൗൺസ് ചെയ്യുന്നതും അതിൻ്റെ അപ്ഡേറ്റുകളെല്ലാം നൽകുന്നതും ആ ചാനലിലൂടെ, ആ ഗ്രൂപ്പിലൂടെ ആയിരിക്കും. അതുകൊണ്ട് താല്പര്യമുള്ള ആളുകൾ ആ ഗ്രൂപ്പിൽ അംഗമാകാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. മാത്രമല്ല, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ അത് എന്തു തന്നെയായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി തൊട്ടടുത്ത ദിവസം കാണും വരെ നന്ദി, നമസ്കാരം.